ജോൺ മുണ്ടക്കയത്തെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും തള്ളി ചെറിയാൻ ഫിലിപ്പ് സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ തിരുവഞ്ചൂർ തന്റെ ഫോണിലേക്കാണ് വിളിച്ചത്. താനാണ് ജോൺ ബ്രിട്ടാസിന് ഫോൺ കൈമാറിയത്. ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ച കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. സമരം അവസാനിപ്പിക്കാൻ യാതൊരു പൊളിറ്റിക്കൽ ഡീലും നടന്നിട്ടില്ലെന്നും ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കി. സോളാർ സമരം തീർക്കാൻ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ ജോൺ ബ്രിട്ടാസ് തന്നോട് സംസാരിച്ചുവെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാദം. സമരം അവസാനിച്ച കാര്യത്തിൽ സംശയത്തിന്റെ പുകമറ തീർക്കാനും തിരുവഞ്ചൂർ ശ്രമിച്ചു. ഒരു കാര്യം പറയാം, ഞാൻ ഫസ്റ്റ് കോളിന്റെ പ്രശ്നമില്ലല്ലോ. ഞാൻ ചോദിച്ച ഫസ്റ്റ് കോളിൽ നിന്ന് നമ്മൾ പറയേണ്ട ഇഷ്യൂ തീർന്നോ? ചെറിയാന്റെ ടെലിഫോണിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. ചെറിയാന്റെ ടെലിഫോണിൽ നിന്ന് എനിക്ക് വിളിക്കാൻ പറ്റുകയില്ലല്ലോ. ചെറിയാൻ ഫിലിപ്പിന്റെ ടെലിഫോണിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നാൽ തിരുവഞ്ചൂരിനെയും ജോൺ മുണ്ടക്കയത്തെയും പൂർണ്ണമായും തള്ളുന്നതായിരുന്നു ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണം. ജോൺ ബ്രിട്ടാസ് എംപിയുടെ വിശദീകരണം പൂർണ്ണമായും ശരിവെച്ചാണ് ചെറിയാൻ ഫിലിപ്പ് രംഗത്തെത്തിയത്. ആ സമയത്ത് ജോൺ ബ്രിട്ടാസിന്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എൻ്റെ ഫോണിൽ തിരുവഞ്ചൂർ രാഷ്ട്രമാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ രാഷ്ട്രനും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭമൊരുക്കിയത്. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ജോൺ ബ്രിട്ടാസ് അതിൽ പങ്കാളിയായത്. പക്ഷെ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു. സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോത്മകമായ രീതിയിലേക്ക് പോയാൽ രണ്ട് മുന്നണികളെയും ബാധിക്കും. അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സതുദ്ദേശമാണ് എന്നെ അലട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഞാനതിൽ മുന്നോട്ട് പോയത്. അതിൽ വളരെ സ്വദേശപരമായ ഒരു നിലപാടാണ് ശ്രീ ജോൺ ബ്രിട്ടാസും സ്വീകരിച്ചത്. രണ്ട് മുന്നണികളും വീണ്ടും വിചാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. സമരം ഒത്തുതീർത്തതിന് പിന്നിൽ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ഡീലും ഉണ്ടായിട്ടില്ല. സതുദ്ദേശത്തോടെയാണ് ജോൺ ബ്രിട്ടാസ് വിഷയത്തിൽ ഇടപെട്ടതെന്നും ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.